എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാല ടൗണിന് വളരെ അടുത്തുള്ള മനോഹരമായ 3 ബെഡ്റൂം വീടാണ്. പാല പൊൻകുന്ന ഹൈവേയിലെ മെയിൻ ടൗണുകളൊന്നായ പാലയ്ക്ക് ഏറ്റവും അടുത്തുള്ള 12 മൈൽ ജംഗ്ഷനിൽ നിന്നും വെറും 400 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. പാല മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 2 വീടുകളാണ് നമുക്ക് ഇവിടെയുള്ളത്. ആദ്യം ഈ കാണുന്ന വീടിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. 9.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന 2 വീടുകളാണ് ഇവിടെയുള്ളത്. പാല മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ ബസ് റോഡിന് വളരെ അടുത്തായി ഹൈവേയിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ലൊക്കേഷനാണ്. ഈ ഒരു സൈഡിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പണികൾ പൂർത്തിയായി. വീടിൻ്റെ മുൻപിൽ കൂടി ടാർ റോഡ് കടന്നു വരുന്നു. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു ഏരിയയാണ്. ഇതിൽ ഒരു വീട് കിഴക്ക് ദർശനത്തിലും ഒരു വീട് പടിഞ്ഞാറ് ദർശനത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ബോർവെല്ലാണുള്ളത്. ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിൽ കിണർ വെള്ളമുണ്ട്. ജലനിധി പൈപ്പ് ലൈനൊക്കെയുള്ള നല്ല വെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 9.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടുകൾക്ക് മുകൾ ഭാഗമൊക്കെ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ലിവിംഗ്, ഡൈനിങ് ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത വീടിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാല ടൗണിനടുത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ്. ഹൈവേയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ടൗണിലേക്ക് ഒരു 2 കിലോമീറ്റർ ഉള്ളിൽ തന്നെ എത്താൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള മനോഹരം ഏരിയയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ടെറസിലേക്ക് സ്റ്റെയർകേസ് കൊടുത്തിട്ടുണ്ട്. മൊത്തം റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും സൈഡിലും എല്ലാം ഓട് പാകിയിരിക്കുന്നു. പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. ഇതൊരു വില്ല പ്രോജക്റ്റൊന്നുമല്ല. അധികം വീടുകളൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല അയൽവക്കങ്ങളുള്ള നല്ല മനോഹരം ഏരിയയാണ്. ഈ കാണുന്ന പ്ലോട്ടിൻ്റെ തൊട്ടപ്പുറത്ത് കൂടി മെയിൻ റോഡാണ് കടന്നു പോകുന്നത്. വീടിൻ്റെ പുറകുവശത്തായി അലക്കലേക്ക് കൊടുത്തിരിക്കുന്നു. നല്ലൊരു കേരളീയ തനിമയുള്ള ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വീടിൻ്റെ തടി വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് മാഞ്ഞിലിയും ഉപയോഗിച്ചാണ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. വിശാലമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല ഭംഗിയേറിയ ടൈൽസൊക്കെയാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് മത്സരക്കും അവരുടേതായ റൂമുകൾക്ക് വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. BLDC ഫാനുകളുണ്ട്. ഈ ഒരു പാർട്ടീഷൻ, നല്ലൊരു പാർട്ടീഷൻ ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ തന്നെ വലിയ TV യൂണിറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രെയർ യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. 2 സൈഡിലുമായി വലിയ ജനലുകളൊക്കെ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട്. വലിയ ജനലുകൾ, ഇതുപോലെ നല്ല ടഫൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ജനലിൻ്റെ സൈഡിൽ ഇവിടെ സിറ്റിങ്ങിനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾ വന്നിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയയിലാണ്. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇനി ബാത്റൂമിൻ്റെ ഡോറുകൾ മാത്രമേ പിടിപ്പിക്കാനുള്ളൂ. ബാക്കി വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലംബിംഗ് ഐറ്റംസും അതുപോലെ തന്നെ സെറാമിക് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്നത് വിശാലമായൊരു ഫാമിലി ലിവിങ്ങും നമ്മുടെ ഡൈനിങ് ഏരിയയും ഒക്കെയാണ്. ഇവിടെയായിട്ട് അടുത്ത ബെഡ്റൂം വന്നിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇതുപോലെ വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട്. AC പോയിൻറ്റുകൾ, ഫാനുകൾ, ലൈറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിപ്പമേറിയ ബാത്റൂമുകളാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഫാമിലി ഡൈനിങ് ഏരിയ വരുന്നത്. കോർണറിലായിട്ട് ഷെൽഫ് കൂടി കൊടുത്തിരിക്കുന്നു. വലിപ്പമേറിയ ജനലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെയാണ് വീടിന് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാസേജ് ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഈ ഒരു എൻഡിലായിട്ട് നമുക്ക് നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ, അതോടൊപ്പം നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും ഇതുപോലെ വലിയ ജനലുകളൊക്കെ ഉണ്ട്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിലാണ് നമ്മുടെ കബോർഡ് വർക്കുകളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുറിയുടെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ ബാത്റൂമുകളുണ്ട്. അപ്പോൾ പാല ടൗണിന് തൊട്ടടുത്തായുള്ള ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നല്ല വലിപ്പമേറിയ കിച്ചണാണ്.
ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പാല ടൗണിന് തൊട്ടടുത്ത് തന്നെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കാണാം. 2 വീടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായി. അടുത്ത വീടും കൂടി ഉടനെ തന്നെ റെഡിയാകുന്നു. താല്പര്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 90% വരെ ലോൺ സൗകര്യം ലഭിക്കുന്നതാണ്. 9.5 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുകൾ. ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. കത്തീഡ്രൽ പള്ളി ഇടവക വേണമെന്നുള്ളവർക്കൊക്കെ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. കത്തീഡ്രൽ പള്ളി, കടപ്പാട്ട് ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്.